കൃപ മതിയേ, കൃപ മതിയേ, അളവില്ലാത്ത കൃപ മതിയേ. നമ്മൾ കേവല വിശ്വാസത്തിൽ നിന്ന് സൽപ്രവൃത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവൃത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങൾ കൊണ്ടാണ്, ഒറ്റയടിക്കല്ല. ആദ്യകാലങ്ങളിൽ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത്. ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി, ഒരു മനുഷ്യന് അവനെ റൈച്ചസ് ആകാൻ പറ്റും, നീതീകരിക്കപ്പെടാൻ പറ്റും. ഇപ്പം റോമ 3:28 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 3:28 എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പൊ ആദ്യകാലങ്ങളിലുള്ള കൺസെപ്റ്റ് വിശ്വാസം, ക്രിസ്തു എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ പരിഹാരത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രാഥമിക നീതീകരണം. ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 50,000-ഓളമാണ് ആതുര കേന്ദ്രങ്ങളുള്ളത്. ഇതുമാത്രമാണ്. അതായത് നമ്മൾ എന്തുമാത്രം ആതുര സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആതുര സേവന കേന്ദ്രങ്ങളുള്ളത് സഭയ്ക്കാണ്. അത് സഭ എന്താ ഫോളോ ചെയ്യണത്? വിശ്വാസം മാത്രം പോരാ, പിന്നെ എന്താണ്? പ്രവൃത്തി കൂടി വേണം. അത് പറയാൻ കാരണം എന്താണ്? അത് സെൻറ്റ് പോൾ തന്നെ പിന്നീട് തീത്തോസിലേക്ക് വരുമ്പോൾ തീത്തോസ് 3:8 എടുത്ത്. തീത്തോസ് 3:8 ഇപ്പറഞ്ഞത് സത്യമാണ്. ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതിൻ്റെ പ്രശ്നത്തിൽ സൽപ്രവൃത്തികൾ ആദ്യം വിശ്വാസം മതി എന്ന് പറഞ്ഞ സെൻറ്റ് പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും. 10 കൊല്ലം കഴിയുമ്പോൾ മാറും. റോമാലേഖനം എഴുതി 56-ലാണ്, ടൈറ്റസ് എഴുതി 66-ലാണ്. 10 കൊല്ലത്തിന് ശേഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാസം മാത്രം പോരാ, പിന്നെന്താണ്? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയണത് ദൈവത്തിനിങ്ങനെ ജീവിക്കുന്നതനുസരിച്ച് ക്രൊണോളജിക്കലായിട്ട് നമ്മൾ ജീവിച്ച് വരുമ്പോഴല്ലേ ദൈവം ഓരോരോ കാര്യം നമുക്ക് വെളിപ്പാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരണേ. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AD 56 വിശ്വാസം, ഒരാൾ നീതീകരിക്കപ്പെടുന്നത്, നിത്യരക്ഷ പ്രാപിക്കുന്നത് അയാൾ വിശ്വാസം മൂലമാണെന്ന് മതി. പക്ഷേ അതിനിടയ്ക്ക് യാക്കോബ് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. യാക്കോബ് ഒരു 60 ആയപ്പോൾ AD 56 റോമാലേഖനം എഴുതുന്ന 60 ആയപ്പോൾ യാക്കോബ് പറഞ്ഞ് അത് പ്രവൃത്തി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് സൽപ്രവൃത്തി വരണത്. യാക്കോബിന്റെ ലേഖനം എടുത്ത് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. 56 AD 54 കർത്താവ് മരിച്ച് 56 വർഷം കഴിഞ്ഞപ്പോഴാണ് കേവലമായിട്ട് പറയാം. 56 കർത്താവ് ജനിച്ച് ഒരു 56 വർഷം കഴിയുമ്പോൾ നമ്മൾ സെൻറ്റ് പോളിൻ്റെ ആദ്യത്തെ ലേഖനം പുറത്തു വരുന്നത് റോമ. അവിടെ പറഞ്ഞത് എന്താണ്? വിശ്വാസം മതി, നമ്മൾ
ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടും. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ചർച്ചയായി. പിന്നെ ജെറുസലേം സൂനദോസ് തുടങ്ങാൻ നേരത്ത് സൂനദോസിൻ്റെ ഇടയ്ക്ക് കൃത്യമായ ഐഡിയ കിട്ടാൻ വേണ്ടി യാക്കോബ്, കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു, വിശ്വാസം മാത്രം പോരാ, സിനഗോഗ് ശ്രദ്ധിക്കണം. ജെറുസലേം സൂനദോസ് നടന്നുകൊണ്ടിരിക്കണം ആദ്യത്തെ. അപ്പോൾ നിങ്ങൾ അവിടെയാണ് യാക്കോബ് അഡ്രസ്സ് ചെയ്യണത്. വിശ്വാസം മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? പ്രവൃത്തി വേണം. യാക്കോബിൻ്റെ ഈ ലേഖനമാണ് ലോകത്തെ മാറ്റിക്കളഞ്ഞത്. ലോകത്ത് ഇന്ന് കാണുന്ന ഈ സഭയുടെ എല്ലാവിധ ആതുര സേവനങ്ങളെയും, അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും, അതുപോലെ തന്നെ മനുഷ്യോചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങളെ, എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ്, എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കണത് ലോകം മുഴുവനും. അതെല്ലാം കാര്യം യാക്കോബിൻ്റെ ലേഖനമാണ്. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലേഖനമായിപ്പോയി. അപ്പം അത് സെൻറ്റ് പോൾ പറഞ്ഞതിന് ശേഷം സെൻറ്റ് പോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലേ, അതാണ് പ്രശ്നം. അതിനുശേഷം പക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ് യാക്കോബ്. യാക്കോബ് കർത്താവിൻ്റെ മൈൻഡ് റീഡ് ചെയ്തിട്ട് പറഞ്ഞ് പ്രവൃത്തിയില്ലാതെ വിശ്വാസം നീതീകരിക്കപ്പെടത്തില്ല എന്ന് പറയും. ജസ്റ്റിഫൈ ആകത്തില്ല. നിത്യരക്ഷ പ്രാപിക്കണ പ്രവൃത്തി വേണം. അതുകൊണ്ട് യാക്കോബ് 5 കൊല്ലം സെൻറ്റ് പോളിൻ്റെ ലേഖനം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 60 പറയും. അതൊന്നിട്ട് വായിച്ച് യാക്കോബ് 2:24 ശ്രുതികണ്ട ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ജെറുസലേം സൂനദോസിൽ തീരുമാനം, നിലപാട് കൃത്യമായി. അപ്പോൾ യാക്കോബ് പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി സഭയുടെ കറക്റ്റ് നിലപാട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി പ്രവൃത്തിയാണ് മൂലമാണ് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നീട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസ് ലേഖനം എഴുതുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ ടൈറ്റസ് ലേഖനം എഴുതുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ സെൻറ്റ് പോൾ പറയും, എന്താ പറഞ്ഞിരിക്കുന്നത്? 3:8 ശ്രുതികണ്ട ഹല്ലേലൂയ. ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. നമ്മൾ എന്താണ് ഈ വിഷയത്തിന് സീരിയസ് പഠിപ്പിക്കാൻ കാരണം? ഉടമ്പടി എന്ന് പറയുന്നത് മുഴുവനും പ്രവൃത്തികളാണ്. പ്രാർത്ഥനയുടെ അംശം അതിൻ്റെ അകത്ത് 30% ഉള്ളു, ബാക്കിയെല്ലാം പ്രവൃത്തിയുടേതാണ്. അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നവരെ 2 കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ, ഇത് വർക്കൗട്ട് ഫയർ ആകണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ ചെയ്യണം. പക്ഷേ ദിസ് ഇസ് നോട്ട് മൈ പോയിൻ്റ്. എൻ്റെ പോയിൻ്റ് ഇതുമല്ല. ഞാൻ എന്താ നിങ്ങൾ പറയണത്? ഈ സൽപ്രവൃത്തികൾ ഒരു ക്രിസ്തുഇതരമായിട്ട്, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വി ക്യാൻ ഡു സോ മെനി ഗുഡ് വർക്ക്സ്, അതൊന്നും കൗണ്ടഡ് ആകത്തില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാത്ത, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പ്രവൃത്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തികളല്ല. വി ആർ എയിമിങ് ഫോർ ഗ്രേസ്ഫുൾ വർക്ക്സ്, കൃപാവര പ്രവൃത്തികൾ. നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൃപാവര പ്രവൃത്തി ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് നെയിം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അത് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ടതായി വരുന്നത്. നമുക്ക് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ട, ചെയ്ത പ്രവൃത്തി ചെയ്യല്ല പ്രശ്നം. നിങ്ങൾ അതാണ് ഈശോ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:42 ശ്രുതികണ്ട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:42 ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പ്രശ്നത്തിൽ എന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് കൗണ്ടാകണത് അത് കൃപാവര പ്രവൃത്തി ആയത് കൊണ്ടാണ്. മനസ്സിലായോ? അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ശ്രുതികട്ടെ മക്കളെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ നാമത്തിലെ കൃപാവര പ്രവൃത്തികൾ ചെയ്ത് ആരാധനയിലൂടെ ഞങ്ങളെ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാൽ അനുദിനവും. Take the word of God. മത്തായി 25:40. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇതിന് വരുന്ന വിഷയം ഈ കൃപാവര പ്രവൃത്തി എങ്ങനെ ചെയ്യണത്, അതാണ് 25:40. ആ വചനം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പൊ ഇതാണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഡയറക്റ്റായിട്ട്. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത്? 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം, ആ സഹോദരനോടുള്ള സ്നേഹം വേണം. 2 സംഭവം വേണം. വിശ്വാസം മാത്രം പോരാ. 2 കാര്യം. കൃപാവര പ്രവർത്തിക്ക് 2 കാര്യം വേണം. എന്തൊക്കെ വേണം? ഒന്ന്, ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം. രണ്ടാമത്തത് സഹോദര സ്നേഹം. നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വേണ്ടത്. ദിസ് ഈസ് റോങ്. അല്ല, അതല്ല സംഭവം. അമ്മ എന്താ ചെയ്യണത്? ഇപ്പം അമ്മ ചെയ്തിരിക്കണത് അവൻ പറയണത് പോലെ ചെയ്യുക. അതാ പ്രശ്നം. ഈ ചെയ്ത്താണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. ഇപ്പം എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്ന്, ദൈവത്തിന് അവിടെ റോളില്ല എന്നാ. നിനക്ക് ജോലി കിട്ടും, അനുസരിച്ച് നീ കല്യാണം കഴിക്കും, നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും, അവർ പഠിക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഞായറാഴ്ചയാണ് വീട്ടിൽ ചെന്നത്. ഒരു അത്യാവശ്യം ഒരു വിഷയം ഉണ്ടായ കാരണം ഞാൻ ഞായറാഴ്ച എനിക്കൊരു വീട്ടിൽ പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ 2 കുട്ടികളും കാറ്റഗിസത്തിന് പോയിട്ടില്ല അന്ന്. അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് പിന്നെ അവരുടെമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളല്ല പ്രശ്നം. എനിക്ക് അവരുമായിട്ട് എൻ്റെ കാര്യം ചിലപ്പോൾ നടന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഈ പിള്ളേർ എന്താണ് കാറ്റഗിസിൽ പോകാത്തെന്ന് ചോദിച്ചു. നിങ്ങളൊരു വീട്ടിൽ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ കാറ്റഗിസത്തിനും പോകാതെ കുർബാനയ്ക്ക് പോകാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, നമ്മളെന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല, പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫായിട്ട് നമ്മൾ ഡേഞ്ചർ സോണിൽ ഒരിക്കലും കളിക്കത്തില്ല, സേഫ് സോണിലേ കളിക്കത്തുള്ളൂ. അപ്പോഴത്തേനും ദൈവത്തിന് അറിയാം. ദൈവത്തിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. കണ്ണിത്തിരി വലുതാണ്, അത്ര കുഴപ്പമാണ്. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കില്ലേ.
ഇല്ലേ? നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റും. കാര്യം ദൈവത്തിൻ്റെ കണ്ണിത്തിന് വലുതായി പോയി. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കുണ്ടല്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 3:12 എടുത്ത് തെസ്സലോനിയൻസ് 1 തെസ്സലോനിക്ക 3:12. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഇപ്പൊ ദൈവത്തിന് റോളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ലവ് ഓഫ് ഗോഡ് ലെവല് കുറവാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട അതാണ്. എൻ്റെ IELTS പാസ്സാക്കണേ, എൻ്റെ IELTS പാസ്സാക്കി ജന്മം പ്രാർത്ഥിച്ച ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവം പറയും എനിക്ക് നിനക്ക് എന്താ എന്ന് ചോദിക്കും. ഇതാണ് പ്രശ്നം. എൻ്റെ IELTS പാസ്സാക്കി എൻ്റെ വസ്തു വിൽക്കണേ, എനിക്ക് കല്യാണം നടത്തണേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞാൽ മാത്രം ഇരുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എനിക്ക് നിനക്കും എന്താ? ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ലവ് ലെവൽ വർദ്ധിപ്പിക്കണം. ടെക്നിക്കലായിട്ടാണ് ഉടമ്പടി സമീപിക്കേണ്ടത്. ലവ് ലെവലിൽ അത് എന്തിനാണ്? ദൈവത്തോടുള്ള സ്നേഹം വേണം, നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാകണം. അത് പിന്നെ എന്ത് ചെയ്യണം? പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ്. അതെന്താ എഴുതിയിരിക്കണത്? വളർന്ന് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ എന്ന് പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. അപ്പൊ സ്നേഹം കുറഞ്ഞാൽ അതിനകത്ത് റോള് ദൈവത്തിനുണ്ട്, ഉറപ്പല്ലേ? അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് പക്ക മെറ്റീരിയൽ വിഷയമാണ്. ദൈവത്തിന് അതിൻ്റെ അകത്ത് റോളൊന്നുമില്ല. എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. അടഞ്ഞ് കളിക്കണം കേട്ടോ. ഈ കളി ഉടമ്പടി ഒരു കളിയാണ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാര്യം ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിലപാട് എന്താണ്? ബിറ്റ്വീൻ us വാട്ട് ഇസ് ഇറ്റ്? എനിക്കും നിനക്കും എന്താ? പിന്നെ എന്താണ്? എൻ്റെ സമയം ഇനി സമഗതമായിട്ടില്ലല്ലോ. ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത്. ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ബോധജ്ഞാനത്തിൻ്റെ അതെന്താ കാര്യം? ഇവർ പരിശുദ്ധാത്മ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ, ഇവർ കൃപ നിറഞ്ഞവളല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും. ഇതിലെങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണമെന്നറിയാൻ പറ്റും. അതാണ് നമ്മൾ ജ്ഞാനപരം എന്ന് പറയണത്. അപ്പോൾ അവർ മാലാഖ തന്നെ അവരെ കാണുമ്പോൾ സമയത്ത് പറഞ്ഞത് എന്താണ്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ പ്രോബ്ലം, വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുമൊക്കെ നിങ്ങളോട് ജ്ഞാനപരത്തിലാണ് ഉപദേശം തരണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചിലരോട് പറയും, പ്രശ്നമായ വഴക്കായ സാരമില്ല, നീ തന്നത്തെ ഇറങ്ങിപ്പോകുന്ന ആളല്ലേ, നീ മര്യാദയ്ക്ക് കളിച്ചെല്ലാം പറയും. ഞാൻ എത്ര പറയത്തുള്ളൂ. പിന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാരണം അൾത്താറയിൽ 2 മിനിറ്റല്ലേ കിടത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് എന്നോട് പറയും ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകുന്നതാണ് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ പറയും, നീ തന്നത്തെ ഇറങ്ങിപ്പോയ ആളല്ലേ, നീ തന്നെ പോയിക്കൊള്ളാൻ പറയും, നീ തന്നെ റെസെറ്റ് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ ജന്മം കൊണ്ട് പോകത്തില്ല. കാര്യം ഇവർക്ക് ചമ്മലല്ലേ. കാര്യത്തിൽ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോയതാണ്. അപ്പം നമ്മളവിടെ എളിമപ്പെടണം. എളിമപ്പെട്ടിട്ട് സോറി പറയാൻ ബാധ്യസ്ഥയാണ്. പക്ഷേ ഈ അഹങ്കാരം ഉങ്കു പിടിച്ച സാധനം ഈ ജന്മത്തെ സോറി പറയത്തില്ല. കാരണം മർക്കടം മുട്ടിയാണ്. കുരങ്ങിൻ്റെ പരിപാടി അതാണ്. അകത്ത് ശർക്കര പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ ശർക്കര ഒന്നും വിടത്തില്ല ഒരിക്കലും. അതാണ് മർക്കടം മുട്ടി എന്ന് പറയുന്നത്.
പണ്ട് കുരങ്ങനെ പിടിക്കുന്ന പരിപാടി എങ്ങനെ ഇരുന്നില്ല, തൊണ്ണെന്ന് പറഞ്ഞതിൻ്റെ കരിക്ക് തുളച്ച് അതിൻ്റെ അകത്ത് ശർക്കര കൊണ്ടിട്ട് വെക്കും. അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിൻ്റെ അകത്ത് കൈയിടും. കൈയിട്ട് കഴിയുമ്പോൾ ശർക്കര കയറി പിടിക്കും. അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങ് രസായത്തിന് വടിയും കൊണ്ട് വരും. അപ്പോൾ പക്ഷെ കുരങ്ങ് വിട്ട് കൊടുക്കത്തില്ല, ആ ശർക്കരയിൽ നിന്ന് വിടത്തില്ലവൻ. മര്യാദക്കാവും ബുദ്ധിപൂർവ്വം ഒരു വിവേകം ഉണ്ടെങ്കിൽ ആ കൈ വിട്ടാൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ പാവപ്പെട്ട വിടത്തില്ല. ഇങ്ങനെ മർക്കട മുട്ടിയോടുകൂടി തമ്മിൽ തല്ലി തലകീറി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യർ എന്തുമാത്രമാണ്. അതുകൊണ്ടാണ് അനുതാപം അവിടെ വരണത്. ഇത് ഒറ്റ നടക്ക് പോകത്തില്ലേ. അനുതാപം വരണ അവിടെയാണ്. ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സകലരും സർവം സമർപ്പിക്കുവാ, സകലരും അനുതാപിയെ ചേർത്തണയ്ക്കാം, അനുഗമിക്കാം ഒരു കീടുവാ ആത്മാവിനാൽ നിറച്ചിടുക. ആഗതനായ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. നിങ്ങളെ ഇത് ഈ തീക്കൊള്ളി കൊണ്ട് നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന കാര്യം വ്യക്തമാണ്. സത്യമായ ഒരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിലെത്തണം നല്ലതാണ്. ക്രിസ്തുവേ, ഉടമ്പടിക്കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. പല ആൾക്കാരും ഇന്ന് അവരുടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. ഇപ്പം എന്നെ പള്ളിയിൽ അടക്കണ്ട എന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡായിട്ട് എന്തുമാത്രം മനുഷ്യർ പറയും. അങ്ങനെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കണ എന്താ? ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ സിനിമ നടന്മാരായിരിക്കും. എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ, എനിക്ക് ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്തു ചെയ്യും? ആദ്യത്തെ അവർക്ക് തള്ളിപ്പറയാൻ പറ്റുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്രായിട്ട് നിൽക്കും. സിനിമ നടന്മാരൊക്കെ ന്യൂട്രായിട്ട് നിൽക്കുന്നവരുണ്ട്. അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷെ തള്ളിപ്പറഞ്ഞാൽ പടം കിട്ടത്തില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കും. പാട്ടുകാരങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരങ്ങനെ ഉണ്ട്, ന്യൂട്രായിട്ട് നിൽക്കും അവർ. ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ, ആധ്യാത്മിക ദുരന്തത്തിൻ്റെ ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഈശ്വരന്റെ മുമ്പിൽ ആരാധനയെ ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ. കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരണ സംഭവമല്ല. ഇത് നിത്യത വരെ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ്. ഇത് ഓൺഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ. അതെന്തും വരെയാണ്?
എവിടെയാണ് ഇത്? നമുക്ക് IELTS പാസ്സായ പോരാ, കാനഡയിൽ പോകാനേ പറ്റത്തുള്ളൂ. കാനഡ കഴിഞ്ഞ രാജ്യങ്ങളുണ്ട്, അതിൻ്റെ പേര് ദൈവരാജ്യം എന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. അവസാന നീതീകരണം ലഭിക്കണവരെ ഒരാത്മാവ് അസ്വസ്ഥമായിരിക്കും. സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യരെ അവസാനത്തെ നീതീകരണം കിട്ടുന്നത് എപ്പോഴാണ്? അതാ 25:34. അനന്തരം രാജാവ് പറഞ്ഞേ. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇതാണ് ലാസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതികണ്ഠത്തിൻ്റെ പ്രോസസ്സാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് സൽപ്രവൃത്തികൾ ഇപ്പം ചെയ്യുകയാണ്. ഇതിനകത്ത് വരുന്നവർ ഇതുകൊണ്ട് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാം. രണ്ട്, നിങ്ങളിത് ചെയ്യണ ദൈവസ്നേഹത്തോടെ അല്ല. അപ്പം പിന്നെ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗം എന്താണ്? ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം. ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല, ഞാൻ ദൈവസ്നേഹത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നൗ ആൻഡ് ദെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല. നൗ ആൻഡ് ദെൻ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം. പക്ഷേ മിഷനായിട്ടാണ് ഇത് വരേണ്ടത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നാം ഇപ്പം ക്രിസ്തീയ ജീവിതം യോഹന്നാന്റെ സുവിശേഷം 14:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. അടുത്ത വചനം വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം 14:15 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവസ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ, വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോഴും ഇപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യപരിപാടിയേക്കാൾ സത്യസന്ധമായി ജീവിതം സുവിശേഷ സ്നേഹത്താൽ ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിച്ചുകൊണ്ട് കൃപയിൽ നിറയുവാൻ വളരുവാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ,
എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.